ഹായ്, എൻ്റെ പേര് ഹരീഷ് ബാബു. ഞാനിവിടെ കൊച്ചി സദർലാൻഡിൽ വർക്ക് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഡോഗ് ചെൽസി. ഇവള് ഫീമെയിൽ ബ്രീഡാണ്. റോഡ് വീലർ ബ്രീഡിൽ വരുന്നതാണ്. ഇവിടെ ഫാദറിൻ്റെ പേര് രൂപിക നരേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. പിന്നെ മദർ വരുന്നത് അലീന എന്ന് പറഞ്ഞിട്ടൊരു ബ്രീഡാണ്. ഡോഗിനെ പണ്ടേ ഇഷ്ടമാണ്. ഡോഗിനെ പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. പൊതുവേ പണ്ട് റോഡ് വീലർ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ അന്നത്തെ ഒരു ടൈമിൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര അഗ്രസീവ് ബ്രീഡ് എന്നൊക്കെ ഉള്ളൊരു കേട്ട് അപ്പോഴും ഭയങ്കര ഒരു ആരാധനയായിരുന്നു ശരിക്കും റോഡ് വീലറിനോട്. അപ്പോൾ അങ്ങനെ എടുക്കണമെന്നൊരു എന്തെങ്കിലും ഒരു ദിവസം എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഈ സാഗരയിൽ ജാക്കി പോലുള്ള സിനിമകൾ കണ്ടിട്ട് അങ്ങനെ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് റോഡ് വീലറൊന്നും വേണ്ട, ഏതെങ്കിലും ലാബൊക്കെ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പിന്നെ വന്നു. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തെന്ന് വെച്ചാൽ നാടൻ പട്ടികളുണ്ടായിരുന്നു 2 അതൊക്കെ പോയി. പിന്നെ ഈ അടുത്താണ് ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞപ്പോഴാണ് അനിയനുണ്ട്. അനിയൻ മഹേഷ് എന്നാണ് പേര്. ആളിപ്പോൾ ചെന്നൈയിലാണ്. അനിയനാണ്, ബ്രദറാണ് പറയുന്നത് റോഡ് വീലർ നമുക്കൊരു റോഡ് വീലറിന് എടുത്താലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇങ്ങനെ 1 മാസ്റ്റർ ഡോഗ് ആണെന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ഇങ്ങനൊരു അഭിപ്രായം കേട്ടിട്ടുണ്ട്. എല്ലാവരുമായിട്ട് സിങ്ക് ആവില്ലല്ലോ, ഫാമിലിയൊക്കെ ഉള്ളതല്ലേ, അച്ഛനും അമ്മയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവരായിട്ട് സിങ്ക് ആവാൻ ചാൻസ് കുറവല്ലേ എന്നുള്ള രീതിയിൽ പിന്നെ പറഞ്ഞ് അന്വേഷിച്ച് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവരുമായിട്ടും സോഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു ബ്രീഡാണെന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. അങ്ങനെയാണ് റോഡ് വീലറിലേക്ക് എത്തിയത്. ലോക്ക്ഡൗണിന് ശേഷം ഒരു 2020 ആ ടൈമിലാണ്. ഇപ്പോൾ ഇവൾക്ക് 2 വയസ്സായി. വന്ന സമയത്ത് വെച്ചാൽ ഇത് ഇവിടെ കൊണ്ടുവന്ന് 2020 ഒക്ടോബർ ആ സമയത്താണ്. അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ശശാങ്കൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് അന്വേഷിച്ചു. പുള്ളി ബ്രീഡറൊക്കെയാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു ഡോഗിനെ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ പുള്ളിയും സജസ്റ്റ് ചെയ്ത് ഇങ്ങനെ റോഡ് വീലർ നല്ലതാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ഇതിൽ റോഡ് വീലറിൻ്റെ പുള്ളിയുടെ കെയർ ഓഫിൽ ആണ് എടുത്തത്. അപ്പോൾ എടുത്ത സമയത്ത് 1 മാസം പ്രായം ഉണ്ടായിരുന്നു. ചെറുതായിരുന്നു, തീരെ ചെറുതായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു. വന്ന സമയത്ത് വീടിൻ്റെ അകത്ത് തന്നെയാണ് ഇട്ട് വളർത്തിയത്. ഒരു മാസത്തോളം 2 മാസത്തോളം വീടിൻ്റെ അകത്തായിരുന്നു. പിന്നെ പുറത്തോട്ട് ഇത് ചെയ്തപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അതായത് പുറത്ത് ഒറ്റയ്ക്ക് 3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് രാത്രി സമയങ്ങളിൽ പുറത്തേക്ക് ഇട്ടപ്പോൾ ആദ്യമൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അഡാപ്റ്റായി, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 6:30 ഒക്കെ ആകുമ്പോൾ എഴുന്നേക്കും ആൾ. എഴുന്നേറ്റിട്ട് പിന്നെ വീടിനിട്ട് വളർത്തിക്കൊണ്ട് വീട്ടിനകത്തേക്ക് എന്തായാലും കയറണം എന്നുള്ളൊരു ടെൻഡൻസി എപ്പോഴും ഉണ്ട്. അപ്പോൾ കയറും, നമ്മൾ കയറ്റും. കയറ്റി കഴിഞ്ഞാൽ ആദ്യം തന്നെ എൻ്റെ റൂമിലോട്ടാണ് വരുന്നത്. റൂമിൽ വരുന്നത് അപ്പോൾ സമയത്ത് എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ റൂമിൻ്റെ അടിയിൽ വന്നിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് അവിടെ കിടക്കും. ചിലപ്പോൾ ഓഫ് സമയങ്ങളിലാണെങ്കിൽ വന്ന് നക്കവും കാര്യങ്ങളും എന്നെ വേക്കപ്പ് ചെയ്യുന്നത് പുള്ളിക്കാരിയാണ്. അങ്ങനെ ലിക്ക് ചെയ്തൊക്കെ അങ്ങനെ ചെയ്ത് പിന്നെ എന്തെങ്കിലും അവിടെ ജസ്റ്റ് എന്തെങ്കിലും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് പുള്ളിക്കാരിക്ക് വേണ്ടത്. അതാണ് ആദ്യം. അപ്പോൾ വന്ന് തന്നെ ടേബിളിൽ നോക്കണം. ഞാൻ ചിലപ്പോൾ ഈ രാവിലെ സമയമായതുകൊണ്ട് ഈ കോഫി എന്തെങ്കിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം ബിസ്ക്കറ്റ് എന്തെങ്കിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് വന്ന് ആദ്യം മണത്ത് നോക്കണം. അപ്പോൾ അത് വേണമെന്നുള്ളൊരു അങ്ങനെ ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീട് റൂമിൽ തന്നെ കുറച്ച് നേരം അവിടെ കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 9-9:30 ഒക്കെ ആകുമ്പോഴേക്കും പിന്നെ പുറത്തോട്ട് വന്ന് ഫുഡ് കഴിക്കും. പിന്നെ ഒരു ഉറക്കമാണ്. വീട്ടിൽ കിച്ചണിൽ കയറിയാലും അങ്ങനെ പ്രത്യേകിച്ച് വല്ല അലങ്കോലം അങ്ങനെ ആക്കുമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല. കിച്ചണാണെങ്കിലും പോകാൻ പറഞ്ഞാലും പോയിക്കോളും. കിച്ചണിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് നോക്കി നിൽക്കും. അല്ലാതെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. പിന്നെ പുറത്തെടുത്ത് അമ്മയായിട്ടാണ് ഭയങ്കര ഫ്രണ്ട്ലി. ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ലി അമ്മയാണ് ഭയങ്കര പുന്നരിച്ച് വളർത്തിയ ഒരു ഇതാണ്. പിന്നെ എന്ന് വെച്ചാൽ അനിയനായിട്ടാണ്, ഞാൻ പറഞ്ഞത് ബ്രദറാണ് എല്ലാം ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തത്. അനിയൻ മഹേഷ് എന്നാണ് പേര്. അവൻ ഇപ്പോൾ ചെന്നൈയിലാണ് പഠിക്കാൻ പോയേക്കണം. അപ്പോൾ അവനാണ് എല്ലാം ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തത് ശരിക്കും പറഞ്ഞാൽ. കൂടുതലും എല്ലാ കാര്യങ്ങളും ട്രെയിൻ ചെയ്യിപ്പിച്ച അവനാണ്. പിന്നെ അച്ഛനായാലും കുഴപ്പമൊന്നുമില്ല. അച്ഛനായിട്ടായാലും എല്ലാവരും ഇട്ട് സിങ്കാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പൂച്ചനെ കണ്ടാൽ ഭയങ്കര പ്രശ്നമാണ്. പൂച്ച എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ആൾ അവിടെ തന്നെ നോക്കി നിന്നോളും. പിന്നെ ഓടിച്ചിട്ടുള്ളതാണ് പ്രശ്നം. ഇതുവരെ അങ്ങനെ ഹാമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പൂച്ചകൾക്ക് അങ്ങനെ വലിയ ഉപദ്രവമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കണ്ടാൽ ഓടിച്ചിടും, പറമ്പിൽ കയറ്റാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. ഭക്ഷണം രാവിലെ ഡോഗ് ഫുഡ് കൊടുക്കും. ഇപ്പോൾ റൂൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ എണ്ണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അങ്ങനെ. പിന്നെ അതിനോടൊപ്പം ഒരു മുട്ട. പിന്നെ ഉച്ചയ്ക്ക്
ചോറിനൊപ്പം ചിക്കൻ അല്ലെങ്കിൽ ബീഫ് മീൻ അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ വൈകിട്ടും ഇതുപോലെ തന്നെ ഒരു നേരം കൂടി ചോറ് അതിനോടൊപ്പം തൈരൊക്കെ കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ എക്സസൈസ് ഇപ്പോൾ അനിയനുണ്ടായ സമയത്ത് വൈകിട്ടാകുമ്പോഴേക്കും ഇങ്ങനെ ഒരു ടോയ് എടുത്തിട്ട് എറിഞ്ഞ് ഓടിച്ചിടാണ്, അപ്പോൾ എടുത്തുകൊണ്ട് വരും. അങ്ങനത്തെ ഒരു ഇതാണ് ചെയ്യാറ്. ഇപ്പോൾ അനിയനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു എക്സസൈസ് ഇല്ല. പിന്നെ രാത്രി ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നടത്തം പതിവാണ്. നടത്തം അത് രാത്രി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വന്ന് നമ്മുടെ ഡോറിൻ്റെ അവിടെ ഇരിക്കും. നമ്മളകത്താണെങ്കിൽ ഡോറിൻ്റെ പുറത്ത് വന്ന് ഇന്ന് പോകുന്നുണ്ടോ ഇന്ന് പോവോ എന്നുള്ള രീതിയിൽ വരുമായിരിക്കും, ഇന്ന് പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള രീതി വിളിക്കുമോ എന്നുള്ള രീതിയിൽ പുറത്ത് വന്നിരിക്കും. അത് മസ്റ്റാണ്, എല്ലാ ദിവസവും ഡെയിലി റുട്ടീനാണ്, അവിടെ വന്നിരിക്കും. അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ പോവും. അല്ലാന്നുണ്ടെങ്കിൽ മഴ സമയത്തൊക്കെയാണെങ്കിൽ പുള്ളിക്കാരിക്ക് അറിയാം ഇന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ മഴ നോക്കിയിട്ട് അങ്ങനെ നിൽക്കും. അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ള പുള്ളിക്കാരിക്ക് തന്നെ അറിയാം. അപ്പോൾ ഇന്ന് പോണില്ല എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങിപ്പോളും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ വീടിൻ്റെ അടുത്ത് ഗ്രൗണ്ടിൽ തന്നെയാണ് അവിടെ ചുറ്റും നടക്കാറ്. അങ്ങനെ എല്ലാവരുമായിട്ടും ഭയങ്കര ഇതാണ്, അറ്റാച്ച്മെൻറ്റാണ്. വെച്ചാൽ വീട്ടിലൊരു മോളെപ്പോലെ തന്നെയാണ് എല്ലാവരും കരുതുന്നത്. എന്ന് വെച്ചാൽ പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഫാമിലിയിൽ നമ്മളെന്തെങ്കിലും സംസാരിച്ച് ഇപ്പോൾ അകത്ത് കയറുന്ന സമയത്തായാലും എന്തെങ്കിലും ഒരു മെമ്പർ ആവാനായിട്ട് പുള്ളിക്കാരി തന്നെ വന്ന് അവിടെ നിൽക്കും. നമ്മൾ സംസാരത്തിൻ്റെ ഇടയിലാണെങ്കിലും പിന്നെ ഫ്രണ്ട്സ് വന്ന് അവിടെ പുറത്തായാലും അവർ നിൽക്കുകയാണെങ്കിൽ അവരൊപ്പം വന്നിട്ട് കൂടുതലൊരു മെമ്പർ ആവാനായിട്ട് നോക്കുക. അവിടെ അല്ലെങ്കിൽ ഒരു സർക്കിളാണെങ്കിൽ ആ സർക്കിളിൻ്റെ ഇടയിൽ വന്ന് നിൽക്കും. അപ്പോൾ അവിടെ കിടക്കും. അങ്ങനെ ഒരു കൂട്ടത്തിൽ ചേരാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഒരു മെമ്പർ ആവണം എന്നുള്ളത് അങ്ങനെയൊക്കെ ഒരു ഇതാണ്. നല്ല എല്ലാവരുമായിട്ടും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. പിന്നെ കുറച്ച് പുന്നാരിച്ച് ഓമനിച്ചൊക്കെയാണ് വളർത്തിയത്. ഇതിപ്പോൾ 2 വയസ്സായിട്ടുണ്ട്. 2 വയസ്സായപ്പോൾ ഇതിപ്പോൾ മീറ്റിംഗ് ഒന്ന് ചെയ്തായിരുന്നു. അപ്പോൾ ലക്ഷണം കണ്ടിട്ട് ആളുണ്ടെന്നാണ്, കൺസീവ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു ശശാങ്കൻ എന്ന് പറഞ്ഞ ചേട്ടൻ പുള്ളിക്കാരൻ പറഞ്ഞതും ഉണ്ടെന്നാണ്. പുള്ളിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ബ്രീഡറാണ്. അപ്പോൾ ഡോക്ടറെ കൊണ്ട് ചെക്ക് ചെയ്തില്ല. അപ്പോൾ പുള്ളി പറഞ്ഞ് ഉണ്ടെന്നാണ്. അപ്പോൾ എത്ര ഉണ്ടെന്നുള്ളത് അറിയില്ല. പിന്നെ ഇത് വരുന്നത് ഇപ്പോൾ ബ്രീഡ് രൂപിക നറേറ്റർ എന്ന് പറഞ്ഞാൽ അതാണ് ഫാദർ, അലീന എന്ന് പറഞ്ഞ മദർ വരുന്നത്. അത് ചാമ്പ്യൻ മാർക്കോ ഫ്ലാഷ് റോസ് എന്ന് പറഞ്ഞിട്ട് ബ്രീഡിൻ്റെ ചാമ്പ്യൻ്റെ ഗ്രാൻഡ് ഡോട്ടറാണ് ഇവള്. അങ്ങനെ അപ്പോൾ ഒരു ഡിസംബർ 2 ചിലപ്പോൾ മിക്കവാറും ലിറ്റർ ആവേണ്ടതാണ്. ഇത് ബ്രീഡ് ക്രോസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഒരു ബൂമർ എന്ന് പറഞ്ഞിട്ട് ഗ്രൂം ടിംറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രീഡിൻ്റെ ഗ്രാൻഡ് സണ്ണിനെ കൊണ്ടാണ് ബ്രീഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇവള് ചെൽസി. അപ്പോൾ അത് രണ്ടുപേരുടെയും ഫീച്ചേഴ്സുള്ള കുട്ടികളെ നല്ല പ്രതീക്ഷിക്കുന്നുണ്ട്. മെയിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുള്ള മെയിലാണ്. ഇതിപ്പോൾ നമ്മൾ പുറത്ത് പോയാൽ തന്നെ, ഇപ്പോൾ ഞാൻ ഫ്രണ്ട്സായിട്ട് ഇപ്പോൾ പോയാൽ തന്നെ ആൾ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹപ്രകടനമാണ്. പിന്നെ ഭയങ്കര കുറേ നേരം മേത്ത് കയറി അങ്ങനെയുള്ളൊരിതാണ്. പിന്നെ ഞങ്ങൾ അനിയനെ ചെന്നൈയിൽ കൊണ്ടാക്കാനായിട്ട് 2 ദിവസം പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഭയങ്കര സ്നേഹപ്രകടനം. ആ സമയത്ത് ഒരു മഴയൊക്കെ വന്നു. അപ്പോൾ ആദ്യം പേടിച്ചൊക്കെ ഇരുന്നായിരുന്നു. അങ്ങനെയാണ്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര സ്നേഹപ്രകടനമാണ്. അപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ. അതെടുത്ത നല്ലൊരു ഡിസിഷനായിപ്പോയി ശരിക്കും. ഫസ്റ്റാണ് ഇത്. പിന്നെ മുമ്പുണ്ടായിരുന്ന 2 നാടൻ പട്ടികളാണ്. അതുങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങനെ ഇത്ര നാൾ അങ്ങനെ നിന്നൊന്നുമില്ല. ജസ്റ്റ് കൊടുക്കേണ്ട സാഹചര്യം വന്നായിരുന്നു. അപ്പോൾ വീട്ടിലാണെങ്കിൽ കടയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്ത സമയത്ത് ആൾക്കാർ ഇതുവഴിയൊക്കെ വരും. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യം കൊണ്ട് ആ സമയത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ പിന്നെയാണ് എല്ലാം ഒന്ന് സെറ്റപ്പാക്കി സജ്ജമാക്കിയിട്ട് ഇതിനെ കൂടൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് റെഡിയാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതില്ലാണ്ട് ഇത് ചിന്തിക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര നല്ലൊരു ഡിസിഷനായിരുന്നു എടുത്തത്. റോഡ് വീലറിന് ആദ്യമൊക്കെ ഒരു പേടിയുണ്ടായിരുന്നെങ്കിലും എല്ലാവരുമായിട്ടും സിങ്കായി നല്ല ഫാമിലി ആയിട്ടൊക്കെ ഭയങ്കര ഇതാണ്. പേടിയൊക്കെ മാറി, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഫ്രണ്ട്സായാലും വന്നിട്ട് എല്ലാവരുമായിട്ടും ഭയങ്കര സിങ്കാണ്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോഗ് നല്ലതാണ്. എല്ലാവർക്കും നല്ലൊരു ഇതാണ്. ശരിക്കും ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഇത് വന്നാലും നമുക്ക് ഇതിൻ്റെയൊക്കെ മുഖം കാണുമ്പോൾ ഭയങ്കര സ്ട്രെസ് റിലീഫും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.